ശബരിമലയിലെ അരവണ നിർമ്മാണത്തിന് ഉപയോഗിച്ച ഏലക്കായിൽ കീടനാശിനി സാന്നിധ്യം. കേന്ദ്ര ലാബിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. 14 കീടനാശിനികളുടെ സാന്നിധ്യം അനുവദനീയമായ അളവിലും കൂടുതൽ. കൂടുതൽ വിവരങ്ങളുമായി ശ്രീലക്ഷ്മി ശരമല ചേരുന്നു. ശ്രീലക്ഷ്മി, അരവണ നിർമ്മാണത്തിന് ഉപയോഗിച്ച ഏലക്കയിൽ കീടനാശിനി സാന്നിധ്യം ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇതിന്റെ സാന്നിധ്യം, ഈ കീടനാശിനി സാന്നിധ്യം എത്രമാത്രമുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ശബരിമലയിലെ അരവണ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏലക്കയിൽ 14 ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കീടനാശിനികളുടെ സാന്നിധ്യമുണ്ടെന്നാണ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. പാലാരിവട്ടത്തുള്ള സ്പൈസസ് ബോർഡിന്റെ ഗുണനിലവാര പരിശോധനാ ലബോറട്ടറിയിലായിരുന്നു ഏലക്കയുടെ പരിശോധന നടത്തിയത്. സയന്റിസ്റ്റായ രമേശ് ബാബുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 95 കീടനാശിനികളുടെ സാന്നിധ്യമാണ് പരിശോധിച്ചത്. ഇവയിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാർബൻഡസിം, ക്ലോർപൈറിഫോസ്, സൈഫ്ലോത്രിൻ എന്നിങ്ങനെയുള്ള 14 കീടനാശിനികളുടെ സാന്നിധ്യം ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ പ്രകാരം അനുവദനീയമായ അളവിലും വളരെ കൂടുതലാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ 14 രാസവസ്തുക്കളുടെയും 0.01% ആണ് ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡ പ്രകാരം പറയുന്നത്. എന്നാൽ ഇവയിൽ കാർബൻഡസിം, ക്ലോറോപൈറിഫോസ് എന്നിവയെല്ലാം ഇതിലൊക്കെ വളരെ അധികം കൂടുതലാണ്. കാർബൻഡസിം 0.17%, അതുപോലെ തന്നെ ക്ലോർപൈറിഫോസ് 0.41%, സൈഫ്ലോത്രിൻ 0.73% എന്നിങ്ങനെ വളരെ അധികം അളവിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവയൊക്കെ കഴിക്കുന്നവരുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതേ തുടർന്ന് ഈ ഏലക്കയ്ക്ക് യാതൊരു തരത്തിലുള്ള ഗുണനിലവാരമില്ലെന്ന് വ്യക്തമാവുകയാണ്. കേന്ദ്ര അതോറിറ്റിയാണ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. നേരത്തെ ഈ ഏലക്കയുടെ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിൽ ഗുണനിലവാരമുണ്ടെന്ന് കണ്ടെത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ദേവസ്വം ബോർഡിന്റേതായിരുന്നു അന്ന് നടത്തിയ പരിശോധന. ഇതേ തുടർന്ന് വീണ്ടും ഒരു പരിശോധന കൂടി നടത്തുകയുണ്ടായി. 2 പരിശോധനകളിലും വൈരുദ്ധ്യം ഉണ്ടായതിനെ തുടർന്നാണ് കോടതി വീണ്ടും ഇത് കേന്ദ്ര ലബോറട്ടറിയിൽ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇതേ തുടർന്നാണ് വീണ്ടും പരിശോധന നടത്തുകയും ഇപ്പോൾ അരവണയിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏലക്കയിൽ കീടനാശിനി സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. അരവണ നിർമ്മാണത്തിന് ഉപയോഗിച്ച ഏലക്കയിൽ കീടനാശിനിയുടെ സാന്നിധ്യം കേന്ദ്ര ലാബിന്റെ റിപ്പോർട്ടിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. 14 കീടനാശിനികളുടെ അനുവദനീയമായ അളവിലും കൂടുതൽ എന്നാണ് റിപ്പോർട്ട്.